പശ്ചിമബംഗാൾ ഘടകം സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി നയവുമായി യോജിക്കാത്തതാണെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. പാർട്ടി നയം കർശനമായി പിന്തുടരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കേന്ദ്ര കമ്മിറ്റി പിബിയെ ചുമതലപ്പെടുത്തി. വിലക്കയറ്റത്തിനെതിരെ ജൂലൈ 11 മുതൽ 17 വരെ രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കാനും കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു. അച്ചടക്ക ലംഘനം നടത്തിയതിന് കേന്ദ്ര കമ്മിറ്റി അംഗം ജഗ്മതി സഖ്മനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. 3 ദിവസങ്ങളിലായി ദില്ലിയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗം കേരളം, പശ്ചിമബംഗാൾ ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് അവലോകനം ചെയ്തു. കേരളത്തിൽ പാർട്ടിക്ക് മികച്ച നേട്ടമുണ്ടാക്കാനായതായി കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. കോൺഗ്രസുമായി നീക്കുപോക്കുണ്ടാക്കിക്കൊണ്ട് പശ്ചിമബംഗാൾ ഘടകം സ്വീകരിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി നയവുമായി യോജിക്കുന്നതല്ലെന്ന് കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കി. പാർട്ടി നയം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പോളിറ്റ് ബ്യൂറോയെ ചുമതലപ്പെടുത്തിയതായി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. Electoral tactics adopted in West Bengal were not in consonance with the Central Committee decision for not having an alliance with or an understanding with the Congress Party. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക പ്രതിസന്ധി, സ്വകാര്യവൽക്കരണം, വർഗീയ ധ്രുവീകരണം എന്നിവ മോഡി സർക്കാരിന്റെ കാലത്ത് വർദ്ധിച്ചു വരികയാണെന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. വിലക്കയറ്റത്തിനെതിരെ ജൂലൈ 11 മുതൽ 17 വരെ രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കും. The Central Committee decided to organize a All India protest movement, and the decision is that between the 11th to the 17th of July. കേന്ദ്ര കമ്മിറ്റി യോഗത്തിനിടെ ഇറങ്ങിപ്പോവുകയും പാർട്ടി അച്ചടക്കം ലംഘിക്കുകയും ചെയ്തതിന് കേന്ദ്ര കമ്മിറ്റി അംഗം ജഗ്മതി സാങ്വാനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. പശ്ചിമബംഗാൾ ഘടകം കോൺഗ്രസുമായി തിരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കിയതിനെ ശക്തമായി വിമർശിച്ച കേന്ദ്ര കമ്മിറ്റി പാർട്ടിയുടെ നയസമീപനങ്ങൾ ലംഘിക്കാനുള്ള നീക്കം അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പാണ് നൽകിയത്. ദില്ലിയിൽ നിന്നും എം സന്തോഷ്. കോൺഗ്രസുകാർ ജയിലിൽ നിറയ്ക്കണമെന്ന AK ആന്റണിയുടെ ആഹ്വാനത്തെ തുടർന്നാണോ തലശ്ശേരി സംഭവമെന്ന് സംശയിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഭവത്തിന് പിന്നിലെ കോൺഗ്രസ് ഗൂഢാലോചന സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കുഞ്ഞിനെ ജയിലിൽ അടച്ചതല്ലെന്നും ജയിലിലേക്ക് അമ്മ കൊണ്ടുപോയതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ വിഷയത്തിൽ അങ്ങനെ പ്രതികരിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. കാരണം അതൊരു സംഭവം, അതിൽ പോലീസ് കേസെടുത്തു, കേസും കൗണ്ടർ കേസും ഉണ്ട്. അതിലെന്താ പ്രതികരിക്കാനുള്ളത്? കുട്ടി ആദ്യമായിട്ട് ജയിലിൽ പോവുകയാണ്. നിങ്ങളെന്താണ് കുട്ടി ആദ്യമായിട്ട് ജയിലിൽ പോകുന്ന പോലെ പറയുന്നത്? എത്ര ആദിവാസി കുട്ടികളെയായിരുന്നു ജയിലിൽ അടച്ചിരുന്നത് ഈ കേരളത്തിൽ? അമ്മയുടെ കൂടെ കുട്ടിയെ അമ്മ കൊണ്ടുപോയതല്ലേ? കുട്ടീനെ ആരെങ്കിലും ജയിലിൽ അടച്ചതാണ്? അതിലൊന്നും ഞാൻ പ്രതികരിക്കേണ്ടതല്ല. AK ആന്റണി ജയിലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ വേറെ മാർഗമൊന്നും കാണാത്തപ്പോൾ ചില മാർഗങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. തന്റെ പദവിയെ സംബന്ധിച്ച് എല്ലാം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടുണ്ടെന്ന് VS അച്യുതാനന്ദൻ. കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തിയ VS മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. അതെല്ലാം പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, പറയും. ജിഷ വധക്കേസ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവ്. കാക്കനാട് ജില്ലാ ജയിലിൽ നടത്തിയ തിരിച്ചറിയൽ പരേഡിൽ പ്രതി അമിറുൽ ഇസ്ലാമിനെ പ്രധാന സാക്ഷി തിരിച്ചറിഞ്ഞു. അയൽവാസി ശ്രീലേഖയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. അതേസമയം പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിക്കുന്നതിനായി അന്വേഷണ സംഘം പെരുമ്പാവൂർ കോടതിയിൽ അപേക്ഷ നൽകി. പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകും. കുന്നുംപുറം മജിസ്ട്രേറ്റ് ഷിബു ഡാനിയലിന്റെ മേൽനോട്ടത്തിൽ കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ച് നടത്തിയ തിരിച്ചറിയൽ പരേഡിലാണ് ജിഷയുടെ അയൽവാസി ശ്രീലേഖ പ്രതി അമീറുൽ ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞത്. തിരിച്ചറിയൽ പരേഡിന് ഹാജരാകാൻ 6 പേർക്ക് സമൻസ് അയച്ചിരുന്നെങ്കിലും ശ്രീലേഖ മാത്രമാണ് എത്തിയത്. കൊലപാതകം നടന്ന ദിവസം ജിഷയുടെ വീടിന് സമീപം സംശയാസ്പദമായ നിലയിൽ യുവാവിനെ കണ്ടിരുന്നുവെന്ന് ശ്രീലേഖ നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ശ്രീലേഖയെ തിരിച്ചറിയൽ പരേഡിന് വിളിപ്പിച്ചത്. കൊലപാതക ദിവസം ജിഷയുടെ വീടിന് സമീപം ഒരു യുവാവിനെ ശ്രീലേഖ കണ്ടിരുന്നുവെന്ന് ഭർത്താവ് സുരേഷ് സ്ഥിരീകരിച്ചു. വ്യക്തമായിട്ടൊന്നും കണ്ടിട്ടില്ല. നമുക്ക് സംശയം തോന്നിയ ഒരു പയ്യെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രതിയെ തിരിച്ചറിഞ്ഞത് കേസിൽ നിർണായക വഴിത്തിരിവായിരിക്കുകയാണ്. തിരിച്ചറിയൽ പരേഡിന് ശേഷം പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം പെരുമ്പാവൂർ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിന് അനുമതി ലഭിച്ചാൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പ്രതിയെ ഹാജരാക്കവേ തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷയും സമർപ്പിക്കും. പ്രതി അമീറുളിനെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവായാലുടൻ ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുപോകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിദേശ നിക്ഷേപ നയത്തിൽ വൻമാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ. വ്യോമയാന രംഗത്തും പ്രതിരോധ രംഗത്തും 100% വിദേശ നിക്ഷേപത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഫാർമസി മേഖലയിൽ 74% നിക്ഷേപമാകാം. ബ്രോഡ്കാസ്റ്റിംഗ്, ഇ-കൊമേഴ്സ് മേഖലകളിലും 100% വിദേശ നിക്ഷേപത്തിനും കേന്ദ്ര സർക്കാർ അനുമതി നൽകി.
പ്രതിരോധ, വ്യോമയാന, ഔഷധ മേഖല മുതൽ ചില്ലറ വിൽപ്പന മേഖലകളിൽ വരെ വിദേശ നിക്ഷേപ നയത്തിൽ കാതലായ മാറ്റമാണ് കേന്ദ്ര സർക്കാർ വരുത്തിയത്. പ്രതിരോധം, വ്യോമയാനം എന്നീ മേഖലകളിൽ 49% വിദേശ നിക്ഷേപം 100% ഉയർത്തി. ഔഷധ മേഖലകളിൽ 74% വരെ വിദേശ നിക്ഷേപമാക്കാനും തീരുമാനിച്ചു. ഓൺലൈൻ വ്യാപാര മേഖലകളിൽ വിദേശ നിക്ഷേപ പരിധി 100% തീരുമാനിച്ചു. ചില്ലറ വിൽപ്പന മേഖലകളിലും കാതലായ മാറ്റം വരുന്ന നയമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. വ്യാപാര മേഖലയിൽ 100% വിദേശ നിക്ഷേപമാക്കുന്നതോടെ ബഹുരാഷ്ട്ര കമ്പനികളുടെ ഔട്ട്ലെറ്റുകൾ വർദ്ധിക്കുന്ന സാഹചര്യമാകും രാജ്യത്ത് കൈവരിക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ യോഗത്തിൻ്റെതാണ് തീരുമാനം. വിദേശ നിക്ഷേപത്തിന് നിയന്ത്രണം ഒഴിവാക്കിയുള്ള മേഖലകളിൽ നേരത്തെ തന്നെ വിദേശ കുത്തകകൾക്ക് നിക്ഷേപത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു. പുതിയ തീരുമാനം നടപ്പിലാക്കിയുള്ള വിജ്ഞാപനം ഉടൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമനങ്ങളിൽ വീണ്ടും ക്രമക്കേട്. പ്യൂൺ നിയമനത്തിന്റെ പേരിൽ ലക്ഷങ്ങളുടെ കോഴയെന്ന് ആരോപണം. നിയമന ലിസ്റ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ലിസ്റ്റ് പുറത്തായി. അതീവ രഹസ്യമായി ലോക്കറിൽ സൂക്ഷിക്കേണ്ട ലിസ്റ്റാണ് പുറത്തായത്. ലിസ്റ്റ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്യൂൺ നിയമനത്തിന് മറവിലാണ് ക്രമക്കേടുകൾ നടക്കുന്നത്. ദിവസവേതനക്കാർക്കായി സംവരണം ചെയ്യപ്പെട്ട ഒഴിവുകളിലേക്കാണ് ലക്ഷങ്ങളുടെ കോഴയിടപാടുകൾ നടന്നത്. ഔദ്യോഗികമായി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ റാങ്ക് ലിസ്റ്റ് പുറത്തിറങ്ങി. രജിസ്ട്രാറുടെ ഓഫീസിൽ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട ലിസ്റ്റാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ലിസ്റ്റിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. ലിസ്റ്റ് കാണിച്ച ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങൾ കോഴ വാങ്ങിയതായും വിവരമുണ്ട്. ലിസ്റ്റിലുള്ളവർക്ക് UDF അനുകൂല സംഘടനകളിൽ അംഗത്വവും നൽകി. രജിസ്ട്രാറുടെയും വൈസ് ചാൻസലറുടെയും ഒരു വിഭാഗം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും അനുമതിയോടെയാണ് ക്രമക്കേടുകൾ നടക്കുന്നതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. പ്യൂൺ നിയമനത്തിലെ നടപടിക്രമങ്ങൾ നേരത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. സ്റ്റേ നീക്കിയാലുടൻ നിയമനം നടത്താനാണ് നീക്കം. അതേസമയം ക്രമക്കേടുകൾ അന്വേഷിച്ച് കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് പറഞ്ഞു. ആരുടെ ഇടപെടൽ കൊണ്ടാണ് ഈ ക്രമക്കേട് ഉണ്ടായിട്ടുള്ളത് എന്ന് നല്ലപോലെ പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ. അതിനു മുമ്പ് ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന ബോഡിയാണ് അതിന് ഉത്തരവാദി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പരിശോധനയിൽ ആരാണ് ഇത്തരം ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി എന്നുള്ളത് കൃത്യമായി കണ്ടെത്തി അവർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കും. നേരത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ലക്ഷങ്ങളുടെ കോഴയിടപാടുകൾ പീപ്പിൾ TV ഒളിക്യാമറയിലൂടെ പുറത്തു കൊണ്ടുവന്നിരുന്നു. അന്ന് പ്രഖ്യാപിച്ച അന്വേഷണം എവിടെയും എത്തിയിട്ടുമില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഴിമതിയും ക്രമക്കേടുകളും തുടർക്കഥയാവുകയാണ്. നടപടി സ്വീകരിക്കേണ്ട അധികൃതർ തന്നെയാണ് ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുന്നതെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. PV കുട്ടൻ, കോഴിക്കോട്. ആൺകുട്ടികളുടെ ആധിപത്യവുമായി ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടിക. 1ാം റാങ്ക് എറണാകുളം സ്വദേശി റാം ഗണേശിന്. തിരുവല്ല സ്വദേശി അക്ഷയ് ആനന്ദിനാണ് 2ാം റാങ്ക്. തിരുവനന്തപുരം സ്വദേശി അശ്വിൻ S. നായർക്ക് 3ാം റാങ്കും ലഭിച്ചു. അടുത്ത വർഷം മുതൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും അപേക്ഷിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് വ്യക്തമാക്കി. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ തൃപ്പൂണിത്തറ സ്വദേശി റാം ഗണേശിന് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി സിവിൽ സർവീസ് നേടുകയാണ് ലക്ഷ്യം. മകന്റെ നേട്ടത്തിൽ നിറഞ്ഞ സന്തോഷത്തിലാണ് മാതാപിതാക്കളായ വെങ്കടേശ്വരനും റോജയും. സ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ടേ പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും റാം മികവ് പുലർത്തിയിരുന്നു. സംസ്ഥാന തലത്തിൽ ഒന്നാമനായി തൃപ്പൂണിത്തുറ ചിന്മയ സ്കൂളിൽ CBSE +2 പഠനം. കണക്കാണ് ഇഷ്ടവിഷയം. 2014 നടന്ന ഓൾ ഇന്ത്യ മാത്സ് ആൻഡ് സയൻസ് ചലഞ്ച് കോമ്പറ്റീഷനിൽ തിളക്കമാർന്ന വിജയം നേടി. നാസയും സന്ദർശിച്ചിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കൻ. കൂടാതെ NTSC, KVPY തുടങ്ങിയ മത്സര പരീക്ഷകളിലും ഒന്നാമനായിരുന്നു ഈ കൊച്ചുമിടുക്കൻ. വായന ഏറെ ഇഷ്ടപ്പെടുന്ന റാമിന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സിവിൽ സർവീസാണ് ലക്ഷ്യം. എനിക്ക് IIT ജോയിൻ ചെയ്യാനാണ് ആഗ്രഹം. IIT ഓൾ ഇന്ത്യ 271 കിട്ടി. സ്റ്റേറ്റിൽ 3rd ആയിരുന്നു. അപ്പോൾ ഇലക്ട്രിക്കൽ ബ്രാഞ്ചാണ് ആഗ്രഹം. പിന്നെ അലോക്കേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാനുണ്ട്. റാങ്ക് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 1ാം റാങ്ക് നേടുമെന്ന് കരുതിയിരുന്നില്ലെന്നായിരുന്നു രക്ഷിതാക്കളുടെ പ്രതികരണം. റാങ്ക് വിവരം അറിഞ്ഞതു മുതൽ അഭിനന്ദന പ്രവാഹമാണ് ഈ വീട്ടിലേക്ക്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോഴിക്കോട് ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം. 10,000-ലേറെ പേർ പനി കാരണം ചികിത്സ തേടിയതായി സ്ഥിരീകരിച്ച കണക്കുകൾ. വയറിളക്കത്തെ തുടർന്ന് 2 കുട്ടികൾ കഴിഞ്ഞ ദിവസം ജില്ലയിൽ മരിച്ചിരുന്നു. ജില്ലയിലെ വിവിധ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലടക്കം 11,680 പേർ പനി കാരണം ചികിത്സ തേടിയതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. സ്ഥിരീകരിക്കാത്ത കണക്കുകൾ ഇതിലും കൂടുതലാണ്. കാലവർഷം ശക്തമായതോടെ ജില്ലയിൽ ജലജന്യ രോഗങ്ങളും പടർന്നു പിടിക്കുന്നു. 2 കുട്ടികൾ മരിച്ച വടകരയിലടക്കം 4,142 വയറിളക്കബാധ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഡെങ്കിപ്പനി, എലിപ്പനി, മലേറിയ എന്നീ രോഗങ്ങളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ആശങ്ക പരത്തുന്ന വിധത്തിൽ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ റാപ്പിഡ് ആക്ഷൻ ടീം രൂപീകരിച്ച് പകർച്ചവ്യാധി തടയാനുള്ള നടപടികൾക്ക് ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിച്ചതായി പ്രസിഡന്റ് ബാബു പറശ്ശേരി പറഞ്ഞു. ഇതിന് ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ DMOയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു ജില്ലയിൽ ഇതിൻ്റെ ജാഗ്രതയായ പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സേവനം ഒന്നുകൂടി ഉറപ്പാക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പരിശോധന, ജ്യൂസ് കടകൾ, ഹോട്ടലുകളുടെ പരിസരം ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നതിനാവശ്യമായ ഒരു പ്രവർത്തനം കൂടി ഇവിടെ ഇതിൻ്റെ ഭാഗമായി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജനങ്ങൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കഥകളി സിനിമയുടെ ക്ലൈമാക്സ് രംഗം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ പ്രദർശനാനുമതി നിഷേധിക്കുമെന്ന സെൻസർ ബോർഡിന്റെ നടപടിയിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. പ്രദർശനാനുമതി നിഷേധിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് സിനിമാ പ്രവർത്തകർ മേഖലാ സെൻസർ ഓഫീസറുടെ കാര്യാലയത്തിന് മുന്നിൽ ധർണയിരുന്നു. എന്നാൽ സംവിധായകന്റേത് പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണെന്നും നിയമപ്രകാരമേ പ്രവർത്തിക്കാൻ ആവൂ എന്നും സെൻസർ ഓഫീസർ പ്രതിഭയും വ്യക്തമാക്കി. നവാഗത സംവിധായകനായ സൈജോ കണ്ണനായിക്കൻ്റെ കഥകളി സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സിനിമാ പ്രവർത്തകർ ധർണ നടത്തിയത്. മേഖലാ സെൻസർ ഓഫീസിൻ്റെ കാര്യാലയത്തിന് സമീപം ചേർന്ന ധർണ സംവിധായകൻ B. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിലവിലുള്ള സെൻസർ നിയമങ്ങൾ പൊളിച്ചെഴുതണമെന്നും 16 വയതില്ലേ എന്ന സിനിമയിൽ പൂർണ്ണനഗ്നനായി കമലഹാസൻ പ്രത്യക്ഷപ്പെടുന്ന രംഗത്തിൽ അശ്ലീലം കാണാത്ത സെൻസർ ബോർഡിന് കഥകളിയുടെ ക്ലൈമാക്സ് അശ്ലീലമായി മാറിയതെങ്ങനെയെന്നും അദ്ദേഹം ചോദിച്ചു. നഗ്നത അശ്ലീലമാണെങ്കിൽ ഇന്ത്യൻ സംസ്കാരം പൊളിച്ചെഴുതേണ്ടി വരുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന കമൽ അധികാരികളെ ഓർമ്മിപ്പിച്ചു. പ്രതിസന്ധികളെ അതിജീവിച്ച് സിനിമയെടുത്ത താനിന്ന് പട്ടിണി കിടന്ന് മരിക്കേണ്ട അവസ്ഥയിലെത്തിയതായി സൈജു കണ്ണനായിക്കൻ പറഞ്ഞു. അതായത് അനവധി പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടാണ് ഒരു സാധാരണ ഫിലിം മേക്കർ ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ പട്ടിണി കിടന്ന് മരിക്കേണ്ട ഒരു കലാകാരൻ്റെ അവസ്ഥയാണ് ഇവിടെ, ദുര്യോഗമായ അവസ്ഥയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംവിധായകന്റേത് പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്നും നിലവിലുള്ള നിയമപ്രകാരമേ തനിക്ക് പ്രവർത്തിക്കാനാവൂ എന്നും സെൻസർ ഓഫീസർ A. പ്രതിഭ പറഞ്ഞു. അതായിരിക്കണം, കാരണം ഈ ധർണയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്കൊരു പ്രഷർ ടാക്ടിക്സ് ഇതാക്കാനും പിന്നെ ഒരു പബ്ലിസിറ്റി വരുന്നതുമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉള്ളൊരു ഇതെന്ന് തോന്നുന്നു. സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകാത്ത സെൻസർ ബോർഡിന്റെ നടപടിക്കെതിരെ നടന്ന ധർണയിൽ സംവിധായകരായ TV ചന്ദ്രൻ, സിബി മലയിൽ, നടൻ ശ്രീകുമാർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മഹായിടയന് ജന്മദിന സമ്മാനമായി ആദിവാസികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതികൾ പ്രഖ്യാപിച്ച് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയുടെ ജന്മദിനാഘോഷ വേദിയിലാണ് പ്രഖ്യാപനം. മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ കൊച്ചിയിൽ സംഘടിപ്പിച്ച ജന്മദിനാഘോഷം മഹാ ഇടയനുള്ള ആദരവായി. നാടിൻ്റെ ഇടയനായ വലിയ തിരുമേനിക്ക് വലിയ ആദരവായി മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജന്മദിനാഘോഷം. ക്രിസോസ്റ്റം വലിയ മെത്രോപ്പൊലിത്ത ഏറെ സ്നേഹിക്കുന്ന ആദിവാസി ജനവിഭാഗത്തിനായി 3 ക്ഷേമ പദ്ധതികൾ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചു. സൗജന്യ നേത്ര ശസ്ത്രക്രിയ, വൃക്കം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഹൃദ്രോഗ ചികിത്സ എന്നിവയാണ് പദ്ധതികൾ. ശുദ്ധിയുടെ കാലമാണ്, നന്മ ചെയ്യേണ്ട പ്രാധാന്യമുള്ള കാലമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിൽ സഹായിക്കാനുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിന് വീണ്ടും ഇനി ഒരു 100 ജന്മദിനങ്ങൾ കൂടെ അഹങ്കാരമാണ് അല്ലെങ്കിൽ അത്യാഗ്രഹമാണ്, എന്നാലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അതിരില്ലല്ലോ. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ജന്മദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് മമ്മൂട്ടി നടത്തുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെ തൻ്റെ സ്വതസിദ്ധമായ നർമ്മശൈലിയിൽ വലിയ തിരുമേനി പ്രശംസിച്ചു. നമ്മൾ ഏത് കുഴിയിൽ ചെന്ന് ചാടുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ആ കുഴി കുഴിച്ചേച്ച് നമ്മളെ അതിലോട്ട് തള്ളി അദ്ദേഹം പണം സമ്പാദിച്ചില്ല. ആ പണം എന്ത് ചെയ്തു? മനുഷ്യൻ ലോകത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനുഷ്യനെ പഠിക്കും. ശാന്തിഗിരി ആശ്രമം ഓർഗനൈസിംഗ് സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി, ഡോക്ടർ KR വിശ്വംഭരൻ, നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കലാസാഹിത്യ മേഖലകൾക്ക് നൽകുന്ന പ്രാധാന്യം പരസ്യചിത്ര നിർമ്മാണത്തിനും നൽകണമെന്ന് നടൻ മമ്മൂട്ടി. ഇന്ത്യൻ ആഡ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷന്റെ ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ദൈനംദിന ജീവിതത്തിൽ പരസ്യങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണെന്നും മമ്മൂട്ടി പറഞ്ഞു. സംഘടനയുടെ അംഗത്വം പ്രമുഖ പരസ്യചിത്ര സംവിധായകരായ രാജീവ് മേനോനും VK പ്രകാശിനും മമ്മൂട്ടി കൈമാറി. സംവിധായകൻ ലാൽ ജോസ്, ജോസഫ് ചാവറ, സംഘടനാ നേതാക്കളായ ജബ്ബാർ കല്ലറയ്ക്കൽ, സിജോയ് വർഗീസ്, ഭാനുപ്രകാശ്, ഷിബു അന്തിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു.
ചമ്പക്കുളം രാജപ്രമുഖൻ ട്രോഫി നടുഭാഗം ചുണ്ടന്. സെയിന്റ് പയസ് ചുണ്ടൻ 2ാം സ്ഥാനം നേടി. ചമ്പക്കുളം ചുണ്ടൻ 3ാമതെത്തി. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ 6 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 21 വള്ളങ്ങളാണ് ഇക്കുറി പങ്കെടുത്തത്. രാവിലെ 11:30 മഠത്തിൽ ക്ഷേത്രത്തിലും മാപ്പിളശ്ശേരി തറവാട്ടിലും കല്ലൂർക്കാട് ഫൊറാന പള്ളിയിലും തിരുവിതാംകൂർ ദേവസ്വം അധികാരികൾ നടത്തിയ ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് ജലോത്സവം ആരംഭിച്ചത്.